വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. പാർട്ടീസിനൊക്കെ മെയിൻ ഡിഷായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ പുട്ട് ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം നമ്മൾ പുട്ടിലോട്ട് ലെയർ ചെയ്യാനുള്ള ചിക്കൻ കറിയാണ് റെഡിയാക്കാൻ പോകുന്നത്. സോ പുട്ടിൽ ലെയർ ചെയ്യാനുള്ള ചിക്കൻ കറിക്ക് ഞാനിവിടെ 1 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്. സോ അതൊന്ന് 1 ടീസ്പൂൺ സോൾട്ടും 1/2 ടീസ്പൂൺ ടേമറിക് പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇത്രയും ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഹാഫ് ആൻ അവർ മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. ഹാഫ് ആൻ അവർ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ പീസസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സോ അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ പീസസ് ഒന്ന് ഹാഫ് ഫ്രൈ ചെയ്തെടുക്കാം. സോ രണ്ട് സൈഡും ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഹാഫ് ഫ്രൈ ആയി കഴിയുമ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റാം. ഈ സെയിം ഓയിലോട്ട് ഒരു 2 കപ്പ് അനിയൻസ് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം. അനിയൻസ് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റിന് ഞാനൊരു 10 ഗാർലിക് ക്ലൗസ്, 5 ഗ്രീൻ ചില്ലി ആൻഡ് ഒരു മീഡിയം സൈസ് ജിഞ്ചർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ മസാല പൗഡർ ആഡ് ചെയ്യാം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ടേമറിക് പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1.5 ടീസ്പൂൺ മസാല പൗഡർ, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആൻഡ് 1 ടേബിൾ സ്പൂൺ സ്പൈസി ചില്ലി പൗഡർ. മസാല എല്ലാം നന്നായി സോട്ട് ചെയ്ത് ഓയിലൊന്ന് സെപ്പറേറ്റഡ് ആകുമ്പോൾ ചിക്കൻ പീസസ് ആഡ് ചെയ്യുക. ഈ ചിക്കനും ഈ അനിയൻ മിക്സറും നന്നായിട്ട് മിക്സ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്യുക. ഈ ഒരു പോയിന്റിൽ സോൾട്ട് ചെക്ക് ചെയ്ത് സോൾട്ട് ആഡ് ചെയ്യുക. സോ എപ്പോഴും ഓയിൽ കുറച്ചാണ് ഈ ഒരു ഡിഷിന് യൂസ് ചെയ്യേണ്ടത്. ഞാനൊരു 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ്സ് തന്നെ ഇതുപോലെ ഒന്ന് ചിക്കനും അനിയൻ മിക്സറും സോട്ടേ ചെയ്ത് കൊടുക്കുക. ദെൻ ഒരു 1 കപ്പ് ലൂക്ക് വാം വാട്ടർ ഒഴിച്ച് ചിക്കൻ കുക്ക് ചെയ്യാൻ വെക്കാം. സോ വെള്ളം നന്നായി ബോയിൽ ആകുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് ചിക്കൻ കുക്ക് ചെയ്യാം. ചിക്കൻ റെഡിയാകുമ്പോഴത്തേനും നമുക്ക് പുട്ട് റെഡിയാക്കാം. പുട്ട് റെഡിയാക്കാനായിട്ട് ഞാൻ 2 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്സ് എടുത്തിട്ടുണ്ട്. ഗ്രേറ്റഡ് കോക്കനട്ട്സും സോൾട്ടും റെഗുലർ വാട്ടറും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓൾമോസ്റ്റ് ഒരു 1 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പുട്ടുപൊടി 2 കപ്പ് ആഡ് ചെയ്യാം.
ആൻഡ് അഗെയിൻ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത്, സോ ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഗ്രൈൻഡർ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്താൽ മതി. സോ പുട്ടുപൊടിയിലോട്ട് ആഡ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ് എപ്പോഴും പൊടീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ 1 കപ്പ് എടുത്തിരിക്കുന്നത്. 1 to 1.5 കപ്സ് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഇനി പുട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ ബിരിയാണിയിൽ കോക്കനട്ട്സ് ആഡ് ചെയ്യുന്ന കാരണം കോക്കനട്ട്സ് ഇട്ട് ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് താഴെയും മേലെയും ഗ്രേറ്റഡ് കോക്കനട്ട്സ് ആഡ് ചെയ്താൽ മതിയായിരിക്കും. സോ പുട്ട് റെഡി ആകുമ്പോഴത്തേന് നമുക്ക് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. തിക്ക് ഗ്രേവിയാണ് ഈ ഒരു ഡിഷിന് വേണ്ടത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് വെള്ളം കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ച് ദെൻ കറി ലീവ്സ് ആഡ് ചെയ്യാം. സോ ഇതിൽ നിന്ന് ഓയിൽ മാറ്റി കുറച്ച് തിക്ക് ഗ്രേവി നമുക്ക് പുട്ടിൻ്റെ കൂടെ മിക്സ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലില്ലാതെ ഗ്രേവി ഒന്ന് മാറ്റി വെക്കാം. സോ നമ്മൾ നേരത്തെ വെച്ച പുട്ട് റെഡി ആയിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു വാഴയിലോട്ട് മാറ്റി ഇനി നമ്മൾ നേരത്തെ ആക്കിയ പുട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. സോ ഞാൻ 2 കപ്പ് പൊടിക്കെടുത്തത് ഓൾമോസ്റ്റ് ഒരു 3 പുട്ട് വരെ ഉണ്ടാക്കാം. സോ ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പുട്ടൊന്ന് ടെമ്പർ ചെയ്തെടുക്കാം. അതിന് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. ഓയിൽ ചൂടാകുമ്പോഴത്തേനും ഒരു 1/2 ടീസ്പൂൺ മസ്റ്റർഡ് സീഡ്സ് ആഡ് ചെയ്യാം. അതിനൊരു 1/4 കപ്പ് മിൻസ് ഷാലറ്റ്സ് ആഡ് ചെയ്യാം. അനിയൻസ് ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ ചോപ്പ് ചെയ്ത ഗ്രീൻ ചില്ലി ഒരു 3 ആഡ് ചെയ്യാം. ദെൻ നമ്മൾ മാറ്റി വെച്ച 3 ടേബിൾ സ്പൂൺ തിക്കായിട്ടുള്ള ഗ്രേവി ആഡ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ നേരത്തെ പൗഡർ ചെയ്ത പുട്ട് ആഡ് ചെയ്യാം. ഇതിൻ്റെ ഗ്രേവിയും പുട്ട് പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു മിക്സ്ചർ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പുട്ട് ബിരിയാണി ഒന്ന് ലെയർ ചെയ്യാം. ആദ്യം നമ്മൾ നേരത്തെ റെഡിയാക്കിയ ചിക്കൻ ലെയർ ചെയ്യുക. ദെൻ നമ്മൾ ടെമ്പർ ചെയ്ത പുട്ട് ലെയർ ചെയ്യുക. കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട്സ് ആഡ് ചെയ്യുക. ആൻഡ് ഒരു 1 ടീസ്പൂൺ ഗീ ആഡ് ചെയ്യുക. ദെൻ ഇത് റിപ്പീറ്റ് ചെയ്യുക. സോ അതിനായിട്ട് മൈദയും വെള്ളവും ഒന്ന് കുഴച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിലെടുത്ത് തിന്നായിട്ടൊന്ന് റോൾ ചെയ്ത് നമ്മൾ ദം ചെയ്യുന്ന പാത്രത്തിന് ചുറ്റും ഇങ്ങനെ വെക്കുക. ഒരു ലിഡ് കൊണ്ട് കവർ ചെയ്ത് ഒരു 20 മിനിറ്റ്സ് ദം ചെയ്യാം. നമ്മുടെ പുട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ഒന്ന് പൊട്ടിക്കാം. ഞാൻ ഈ പുട്ട് ബിരിയാണിയുടെ കൂടെ പുതിനയില ചമ്മന്തി പപ്പടത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്.